ബോഡികൾ പല ടൈപ്പിലുണ്ട്. പ്രകാശ്, ദാമോദർ, വോൾവോ, സിംഗ്. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സിംഗ് ബോഡിയാ. സിംഗ് ബോഡി സെയിം തന്നെ ദാമോദറിൽ വരുന്നുണ്ട്. ദാമോദറിന്റെ വേറൊരു വേർഷനാണ് സിംഗ്. ഇപ്പൊ നിലവിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്? എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോ ഈ സിംഗ് കണ്ടതോടുകൂടി സിംഗിലോട്ട് അഡിക്റ്റ് ആയിട്ടുണ്ട് പൊതുവെ. ഒരു വണ്ടി പ്രേമി എന്ന നിലയ്ക്ക് എനിക്കിപ്പോ സിംഗിനോടുള്ള ഒരു ഇതുണ്ട്, പുത്തൻ വണ്ടി ആയതുകൊണ്ടാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈലാൻഡിന്റെ ചേസ് ആണ്. ലൈലാൻഡിന്റെ ചേസിൽ നമ്മൾ സിംഗ് ബോഡി കെട്ടിയിരിക്കണം അല്ലേ? അതെ അതെ. എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? ലൈലാൻഡിന്റെ TF 2513ന്റെ 13.5 മീറ്റർ ആണ് ഈ വണ്ടി. പിന്നെ സിംഗ് ബോഡിയാ, സിംഗ് മോട്ടോഴ്സ്, അതായത് മൈസൂര് മാണ്ടേല് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സിംഗ് ബോഡിയാണ് നമ്മുടെ MCKയുടെ ഈ ഒരു വണ്ടി. അപ്പൊ ഇതിന്റെ ഈ ബോഡിയുടെ സൗകര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ തന്നെ വേണം, വേറെ വണ്ടി ഇല്ല. വണ്ടി നിലവിൽ ഇപ്പൊ ആരും ഡെലിവറി എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അത്രയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മുടെ ഈ വണ്ടി MCKയുടേത്. പിന്നെ അളിയ ഈ ഒരു പല ബോഡികളും കേട്ടിട്ടുണ്ട്, പ്രകാശ്, ദാമോദർ, വോൾവോ ബോഡി, സിംഗ് ബോഡി. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകതകൾ, ഇത് എന്തുകൊണ്ട് മികച്ചു നിൽക്കുന്നു? അത് ഓരോരുത്തർ ഫെസിലിറ്റി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഓരോ ഇത്. പലർക്കും പല ഇതായിരിക്കും താല്പര്യം. ഓക്കെ. പൊതുവെ പഴയ കാലത്ത് തന്നെ കേട്ടുവരുന്നതാണ് ലൈലാൻഡ് പ്രകാശ്. ഈ പ്രകാശ് ലൈലാൻഡില് പ്രകാശ്, ഇത് കേട്ട് ശീലമായി എല്ലാരും ലൈലാൻഡില് പ്രകാശ്. അതാണ് ചിന്തിക്കുന്നത്. ആ ഒരു തവണയാണ് ചിന്തിക്കുന്നത് പ്രകാശിലോട്ട്. അതെ അതെ. പുതുമയിലോട്ട് വേണമെങ്കിൽ എല്ലാരും പുതുമയിലോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ പഞ്ചാബികളാണ് പ്രകാശനും സ്ട്രെച്ചർ കിട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അളിയന്റെ അഭിപ്രായത്തിൽ അളിയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോഡി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഭയങ്കര കംഫർട്ടാണ്, സിംഗ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ അന്ന് കാണിച്ചില്ലേ പ്രകാശിന്റെ അതിലോട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും ഫെസിലിറ്റി ഉള്ളത്. പിന്നെ വീരേടും കൊള്ളാം. വീര ഭയങ്കര ഉറപ്പുള്ള ഇതാണ്. ബോഡി തകിട് എന്ത് സംഭവിച്ചാലും ഭയങ്കര ക്വാളിറ്റിയാണ്. ആ കല്ലടയുടെ നമ്മൾ ആ വണ്ടി ചെയ്ത് അത് വീരയാണ്. അത് എത്രയോ കാലങ്ങൾക്ക് 2017 വണ്ടിയാണ്. പക്ഷെ ഇപ്പോഴും ഇന്നത്തെ കണ്ടീഷനിലും ആ വണ്ടിയുടെ ബോഡിയിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും. ഒരു വണ്ടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാലും വണ്ടി തന്നെ അല്ല, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയാണ്, വണ്ടി ക്വാളിറ്റിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കളർ ഇതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? നമ്മുടെ ഡിസൈൻ എഡിഷനൊക്കെ അവര് ഓണറാണ് ചെയ്തത്. പഴയ ഒരു വാഹനപ്രേമിയാണ് നമ്മുടെ ഓണർ. ആള് പണ്ട് ലോറിയിലും സ്വന്തം ഡ്രൈവറായിട്ട് പോയിട്ട് പിന്നെ വണ്ടി വാങ്ങി അതിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രൈവർമാരെ കാര്യങ്ങളൊക്കെ ആൾക്കറിയാം, ഒരു ഡ്രൈവർക്ക് എന്താണ് വേണ്ടത്.